അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധമായ റമളാനിലെ ഏറ്റവും വിശിഷ്ടമായ ദിനരാത്രങ്ങളിലെ പ്രത്യേകമായ ഒരു ജുമാ ദിവസത്തിലാണ് നമ്മളൊക്കെയുള്ളത്. ഒരുപക്ഷെ അവസാനത്തെ വെള്ളിയാഴ്ച ആയേക്കാവുന്ന റമളാനിലെ ഏറ്റവും പവിത്രമായ ദിനങ്ങളിലൊന്ന്. അള്ളാഹുവിലേക്ക് പ്രാർത്ഥനകൾ കൊണ്ട്, പ്രായശ്ചിത്തം കൊണ്ട്, ആരാധനകളുടെ സജീവത കൊണ്ട് ഒക്കെ മനസ്സും പ്രവൃത്തിയും റബ്ബിലേക്ക് ചേർത്ത് വെക്കാൻ കഴിയുന്ന പവിത്രമായ ഒരു ദിനം കൂടിയാണ് നമുക്ക് കൈവരുന്നത്. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശീലിച്ച ഏറ്റവും മഹത്തായ മാതൃകകളിലൊന്നാണ് എഴുത്തിക്കാഫ് എന്ന് പറയുന്നത്. അഥവാ ലൗകികമായ തിന്മകളിൽ നിന്ന്, കാലത്തിന്റെ വൃത്തികേടുകളിൽ നിന്ന്, അരുതായ്മകളിൽ നിന്ന് മനസ്സുമടുത്ത് ഹിറാ ഗുഹയുടെ വിജനതയിൽ പ്രവാചകൻ ചെന്നിരിക്കുന്ന ആ ഭജനയാണ്, തപസ്സാണ്, ത്യാഗപൂർണമായ ഇരുത്തമാണ്, പ്രാർത്ഥനയാണ് എഴുത്തിക്കാഫ് എന്ന് പറയുന്നത്. പള്ളികളിൽ വിശ്വാസികൾ നിർവഹിക്കുന്നത്, പള്ളികളിൽ പ്രവേശിക്കുന്നതോടെ നമുക്ക് ലഭിക്കുന്നത് അത്തരമൊരു എഴുത്തിക്കാഫിന്റെ ആ ഉപാസനയുടെ ഏറ്റവും വലിയ നന്മയാണ്. അള്ളാഹുവിലേക്കാണ് നമ്മൾ ചേർന്നിരിക്കുന്നത്. നമ്മൾ മനസ്സിൽ നിന്ന് മാറി നിൽക്കുന്നതാവട്ടെ ചുറ്റുമുള്ള ലോകത്തിന്റെ വൃത്തികേടുകളിൽ നിന്നും. മനസ്സ് നമ്മളെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള എല്ലാ മോശപ്പെട്ട ചിന്തകളിൽ നിന്നും, അരുതായ്മകളിൽ നിന്നും, പൈശാചിക ദുഷ്പ്രവണതകളിൽ നിന്നുമെല്ലാം മനസ്സിനെ അകറ്റി നിർത്തി ആത്മാവിനെ അതിന്റെ ഉടമസ്ഥനിലേക്ക് ചേർത്ത് വെച്ച് ഹൃദയം ശാന്തമാക്കി അള്ളാഹുവിലേക്ക് പ്രാർത്ഥന കൊണ്ടും പശ്ചാത്താപ വിവശമായ മനസ്സുകൊണ്ടും റബ്ബിലേക്ക് ചേർന്ന് നിൽക്കുന്നതാണല്ലോ എഴുത്തിക്കാഫ് എന്ന് പറയുന്നത്. വെള്ളിയാഴ്ച ദിവസത്തിന്റെ പ്രത്യേകത തന്നെ ഖുർആൻ പാരായണം ചെയ്യുന്നതിലൂടെ, അള്ളാഹുവിനെ വഴിപ്പെടുന്നതിലൂടെ, എഴുത്തിക്കാഫ് ഇരിക്കുന്നതിലൂടെ, പ്രാർത്ഥനകൾ കൊണ്ട് റബ്ബിലേക്ക് കൈ ഉയർത്തുന്നതിലൂടെ എല്ലാ അർത്ഥത്തിലും വിശ്വാസിക്ക് റബ്ബിൽ നിന്ന് ആഗ്രഹിക്കുന്നതെല്ലാം വാങ്ങിയെടുക്കാൻ കഴിയുന്ന വിശേഷപ്പെട്ട ദിവസമാണ് വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ ഈ ദിവസത്തിൽ ഒരു സമയമുണ്ട്. ആ സമയത്ത് അടിമ കൈ ഉയർത്തിയാൽ ഉത്തരം കൊടുക്കുകയല്ലാതെ അള്ളാഹുവിന് മറ്റൊരു വഴിയില്ല. അവന്റെ ദുആക്ക് പൂർണ്ണമായ ഉത്തരം ലഭിച്ചിരിക്കും. ഏതാണ് സമയമെന്ന് നിശ്ചയമില്ല. ജുമുഅയുടെ ഈ ദിവസത്തെ ദുആക്ക് ഉത്തരം കിട്ടുന്ന നിമിഷങ്ങൾ ചേർന്ന് നിൽക്കുന്ന ഈ മഹത്തായ ദിവസത്തെ ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ കൊണ്ട്, പരിശുദ്ധമായ ദീനിന്റെ ചൈതന്യത്തെ തൊട്ടറിയുന്ന രീതിയിലുള്ള ആരാധനകൾ കൊണ്ട്, ഒപ്പം ആളുകളിൽ നിന്ന്, ചുറ്റുമുള്ള സമൂഹത്തിൽ നിന്ന്, ബന്ധപ്പെട്ടവരിൽ നിന്നെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം വന്നുപോയ പാകപ്പിഴവുകൾ പൂർണ്ണമായി പൊരുത്തപ്പെടിച്ച് ആത്മാർത്ഥമായ നന്മയോടെ റബ്ബിലേക്ക് ചേർന്ന് നിന്നാൽ വെറുതെയാകില്ല എന്ന് മാത്രമല്ല, ഈ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നമുക്ക് പെടാൻ കഴിയും. അതുകൊണ്ടാണല്ലോ വെള്ളിയാഴ്ച അവസാനത്തേതായി കഴിഞ്ഞാൽ അസ്സലാമു അലൈക്കും യാ ശഹ്റ റമളാൻ, പരിശുദ്ധ റമളാനിനോട് നമ്മൾ വിട പറയുകയാണ് എന്ന പ്രതീതിയോടെ മനസ്സ് വേദനിച്ചുകൊണ്ട് പ്രവാചകൻ പലപ്പോഴും നൊമ്പരപ്പെട്ടിരുന്നത്. പവിത്രതയുടെ ദിനങ്ങളാണല്ലോ കഴിഞ്ഞു പോകുന്നത്, നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു തീരുന്നത്. ഇതൊരു ഭാഗ്യം നഷ്ടപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് അവസാന നിമിഷങ്ങൾ പ്രവാചകൻ ചെയ്യുന്നത് പോലെ കർമ്മങ്ങൾ കൊണ്ട്, നന്മകൾ കൊണ്ട്, പ്രായശ്ചിത്തം കൊണ്ട് സജീവമാക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.